പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി. 9,531 കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ നഷ്ടപരിഹാരം നൽകാനാവില്ല എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നിലപാട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നഷ്ടപരിഹാരം നൽകേണ്ട ഒരു സാഹചര്യമേ ഇല്ലെന്ന് MSC എൽസ നിലപാടെടുക്കുന്നത്? എന്താണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വിശദീകരണം? അഡ്മിറാൽറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ അധികാരമില്ല എന്നാണ് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകേണ്ട സാഹചര്യം തങ്ങൾക്കില്ല. കാരണം കടലിൽ അടിഞ്ഞിട്ടുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് കപ്പൽ കമ്പനിയുടെ നേതൃത്വത്തിലാണ്. കപ്പൽ കമ്പനിയാണ് അതിനുള്ള ചിലവ് വഹിച്ചത്. സംസ്ഥാന സർക്കാരിന് അതിൽ യാതൊരു ബാധ്യതയും ഉണ്ടായിട്ടില്ല. 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു സംസ്ഥാന സർക്കാർ അഡ്മിറാൽറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫയൽ ചെയ്തിരുന്നത്. ഇത് അതായത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. അതായത് ഈ അപകടം കാരണം MSC എൽസ അപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കമ്പനി കോടതിയിൽ വാദിച്ചത്. MSC എൽസ അക്വിറ്റേറ്റ വിട്ടയക്കണമെന്ന്, അതായത് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കപ്പൽ വിട്ടയക്കണമെന്ന് കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ 9,531 കോടി രൂപ നൽകാൻ കഴിയില്ല എന്ന് കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ശരിയാ, MSC എൽസ കമ്പനിയാണ് ഇപ്പോൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകാനാവില്ല എന്ന നിലപാടാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നൽകിയ തെളിവുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് കടലിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനൊക്കെ തെളിവുകളുണ്ടല്ലോ. പക്ഷേ ഈ തെളിവുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ സമുദ്ര പരിസ്ഥിതിക്ക് യാതൊരു നാശവും ഉണ്ടായിട്ടില്ല എന്ന കമ്പനിക്ക് നിലപാടെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആജ്ഞ? പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 9,531 കോടി രൂപ സംസ്ഥാനത്ത് നടത്തുമെന്ന്. പ്രത്യേകിച്ചും മത്സ്യസമ്പത്ത്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അതിൽ നിന്നുണ്ടായ രാസവസ്തുക്കൾ മൂലം മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഇതൊക്കെ കൂടി കണക്കിലെടുത്ത് തന്നെയാണ് നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടത്. മാത്രമല്ല സമുദ്ര തീരങ്ങൾ ഇത്തരത്തിൽ പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. കണ്ടെയ്നറുകൾ ഉള്ളിൽ വിഷവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് സംസ്ഥാനം കോടതിയിൽ സമീപിച്ചിരുന്നത്. അതേസമയം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകേണ്ടത് കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ സംസ്ഥാനം വലിയ വിമർശനമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. പക്ഷേ മറ്റൊരു മത്സ്യത്തൊഴിലാളി, ആലപ്പുഴയിലുള്ള ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഹർജിയിന്മേലാണ് പിന്നീട് അതിൽ കേസ് നടപടികളിലേക്ക് പോയിട്ടുള്ളത് തന്നെ. പക്ഷേ ഈ നഷ്ടപരിഹാരം നൽകിയാൽ മതി എന്നൊരു കോംപ്രമൈസിലായിരുന്നു സംസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഈ 9,531 കോടി രൂപയാണ്. പക്ഷെ ഇപ്പോൾ കോടതിയിൽ ഈ കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് ഇത് ഇടപെടേണ്ട സാഹചര്യത്തിൽ ഇതിൽ അഡ്മിറാൽറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് സംസ്ഥാനം ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ കപ്പൽ കമ്പനി മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ശരി ആജ്ഞ, എന്താണ് ഇതിൽ ഇനി സംസ്ഥാനത്തിന്റെ പ്രതികരണം എന്നത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.